ഇന്ത്യയുടെ പല ഭാഗത്തും, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലും മധ്യഭാരതത്തിലുമൊക്കെ ആഘോഷിക്കപ്പെടുന്ന ഹോളി എന്ന വലിയ ഒരു ആഘോഷത്തിൻ്റെ ദിവസമാണ്. ഒഴിവ് ദിവസം കൂടെ കൂടിയാണ്. ഇതൊരു പുരാണത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആഘോഷമാണ്. പല വെർഷൻസ് തന്നെ അതുകൊണ്ട് തന്നെ ഇതിനകത്തുണ്ട്. തെക്കേ ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ മാത്രമാണ്, പ്രത്യേകിച്ച് ചില റൂറൽ ഏരിയയിൽ മാത്രമാണ് ആഘോഷമുള്ളൂ. അത് വേറൊരു ഇതിഹാസ പശ്ചാത്തലത്തിലാണ് തന്നെ. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ആത്യന്തികമായിട്ട് ഇതിനെക്കുറിച്ചുള്ളൊരു ചിന്ത അല്ലെങ്കിൽ തത്വം എന്ന് പറയുന്നത്, സത്യത്തിനും നന്മയ്ക്കും വേണ്ടി നിലകൊള്ളുന്നവർ ആത്യന്തികമായിട്ടൊരിക്കലും പരാജയപ്പെടുകയില്ല. അവരെ ദൈവം കാത്തുകൊള്ളും, ദൈവം സംരക്ഷിക്കും എന്നുള്ളൊരു വലിയ തത്വമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. പ്രധാനമായിട്ട് മൂന്ന് പുരാണ അടിസ്ഥാനത്തിലാണ് ഹോളി ആഘോഷിക്കപ്പെടുന്നത്. ഒന്ന്, ഹിരണ്യകശിപുവിൻ്റെ ഒരു വലിയൊരു അന്ധകാര ലോകത്തിലെ രാജാവായിരുന്നു. അദ്ദേഹത്തെ ദൈവമായിട്ട് വണങ്ങണം എന്ന് തൻ്റെ മകൻ പ്രഹ്ലാദനോട് ആവശ്യപ്പെട്ടു. പ്രഹ്ലാദൻ ഒരു വിഷ്ണു ഭക്തനായിരുന്നു. പ്രഹ്ലാദൻ അതിന് തയ്യാറായില്ല. അതുകൊണ്ട് ഹോളിക എന്ന് പറയുന്ന സഹോദരിയോട് ഈ പ്രഹ്ലാദനെ കൊല്ലാൻ ആജ്ഞാപിക്കുന്നു. അതും തീയിട്ട് കൊല്ലാനായിട്ട് ആജ്ഞാപിക്കുന്നു. പക്ഷേ ഈ പ്രഹ്ലാദൻ വിഷ്ണു ഭക്തനായതുകൊണ്ട് ബ്രഹ്മാവ് ഈ ഹോളികയ്ക്ക് ഈ തീയിൽ കത്താത്ത ഒരു ഫയർ പ്രൂഫ് വസ്ത്രം കൊടുക്കുന്നു. അതുകൊണ്ട് ഈ ഹോളിക കത്തു എന്നുണ്ടെങ്കിലും ആ ചിതയ്ക്ക് ഉള്ളിലായിരുന്ന ഈ പ്രഹ്ലാദന് ഒന്നും സംഭവിക്കാതെ പ്രഹ്ലാദൻ ആ ചിതയ്ക്കുള്ളിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നു. അങ്ങനെ ദൈവം പ്രഹ്ലാദനെ സംരക്ഷിക്കുന്നു. കാരണം പ്രഹ്ലാദൻ സത്യദൈവത്തെ നോക്കിയവനാണ്, സത്യദൈവത്തിൽ വിശ്വസിച്ചവനാണ്, തിന്മയുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള അന്ധകാര ശക്തികളുടെ പുറകെ പോകാത്തവനാണ്. അതുകൊണ്ട് ദൈവം അവനെ സംരക്ഷിക്കും. അത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. രണ്ടാമത്തെ ഒരു ഇതിഹാസം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനും രാധയുമായി ബന്ധപ്പെട്ടിട്ടാണ്. രാധയുടെ മുഖം വെളുത്തതും ശ്രീകൃഷ്ണൻ്റെ മുഖം അല്പം കറുത്തതുമായിരുന്നു. അപ്പം ശ്രീകൃഷ്ണൻ തൻ്റെ അമ്മയോട് പരാതി പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്തതാണ് രാധയുടെ മുഖത്ത് ചായം തേച്ചാൽ മതിയെന്ന്. അങ്ങനെ ഒരു പ്ലേ ഹോളി എന്ന് പറയുന്നതിൻ്റെ ലെറ്റ്സ് പ്ലേ ഹോളി എന്ന് പറയുന്നത് തന്നെ ഈ ചായം പൂശലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കളറുകൾ കൊണ്ടുവരുന്നത് തന്നെ ഈ ഒരു പുരാണ ഇതിഹാസത്തിലാണ്. തമിഴ്നാട്ടിൽ ഇത് കാമദേവനെ നശിപ്പിക്കുന്നതിൻ്റെ ഒരു ഇതിഹാസമായിട്ടും ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഇത് പ്രകൃതിയുമായി ബന്ധപ്പെട്ടതുമാണ്. ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് ഇന്നത്തോടുകൂടി വിൻ്റർ തീർന്നു. ഇന്നു മുതൽ സമ്മർ ആരംഭിക്കുകയാണ്, സ്പ്രിംഗ് ആരംഭിക്കുകയാണ്. എല്ലാവരും ഈ കമ്പിളി വസ്ത്രങ്ങൾ മാറ്റിവെക്കുന്ന ദിവസമാണ്. ദീപാവലിക്ക് എടുത്തിട്ട് കമ്പിളി ഹോളിക്ക് മാറ്റുന്നു എന്നാണ്. വസന്തത്തിൻ്റെ ഉത്സവമാണ്. ഫെർട്ടിലിറ്റി, ധാരാളം നല്ല വിളവ് ഭൂമിയിലുണ്ടാകാൻ വേണ്ടി കർഷകർ പ്രത്യേക പ്രാർത്ഥനകളും പൂജകളും അർപ്പിക്കുന്ന ദിവസമാണ്. അങ്ങനെ ഒരു വസന്തത്തിൻ്റെ, നല്ല വിളവെടുപ്പിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, നന്മയുടെ, സത്യത്തിൻ്റെ ഒക്കെ ഒരു ആഘോഷമായിട്ടാണ് ഹോളി അറിയപ്പെടുന്നത്. ഇതിൻ്റെ ചിന്ത താത്വികമായിട്ട് ഇതിഹാസങ്ങളെല്ലാം മറന്നാലും ആത്യന്തികമായിട്ട് നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സത്യവും നന്മയും എന്നെങ്കിലും വിജയം കാണും എന്ന് മാത്രമല്ല, ആത്യന്തികമായിട്ട് സത്യവും നന്മയും മാത്രമേ വിജയിക്കുകയുള്ളൂ. സത്യവും നന്മയും എന്നും സത്യത്തിൻ്റെ നന്മയുടെയും വിജയം ആത്യന്തികമായിട്ടുണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു അഷ്വറൻസ്, ഉറപ്പാണ് ഈ ഹോളി ആഘോഷം നമുക്ക് എല്ലാവർക്കും തരുന്നത്. അതുകൊണ്ട് സത്യത്തിനും നന്മയ്ക്കും വേണ്ടി നിലകൊള്ളുന്നവരാരും സങ്കടപ്പെടേണ്ട, വിഷമിക്കേണ്ട. കാരണം ആത്യന്തികമായിട്ട് അത് വിജയിക്കും. കാരണം അതിൻ്റെ വിജയം എന്നുള്ളത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, മനുഷ്യൻ്റെ ഉത്തരവാദിത്തമല്ല. കാരണം ദൈവം സത്യവാനാണ്, ദൈവം നന്മയുടെ മൂർത്തിമത് ഭാവമാണ്. സത്യവും നന്മയും പരാജയപ്പെടില്ല എന്നും അത് ആത്യന്തികമായി വിജയിക്കും എന്ന് തെളിയിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. എന്തെല്ലാം കഷ്ടപ്പാടുകളും വേദനകളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിക്കേണ്ടി വന്നാലും സത്യവും നന്മയും കൈവിടാതെ മുന്നോട്ട് പോയാൽ ആത്യന്തികമായിട്ട് അത് വിജയിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ഹാപ്പി ഹോളി. ദൈവം അനുഗ്രഹിക്കട്ടെ.